ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് ഗോതമ്പ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ്. വൈകുന്നേരങ്ങളിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ റെസിപ്പി തയ്യാറാക്കാം. നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. കണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കുമ്പോൾ തന്നെ അത് ഇളകി വന്നിട്ടുണ്ട് കേട്ടോ. അത്രയും പെർഫെക്റ്റും കറക്റ്റുമാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഈസി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ചെറിയ കഷ്ണം ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ തൊലിയെല്ലാം കളഞ്ഞ് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് ഇതാ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു ചെറിയ കഷ്ണം മതി കേട്ടോ. അപ്പോൾ അതാ ഇവിടെ ചെറിയ കഷ്ണം ബീറ്റ്റൂട്ട് നല്ലോണം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാമേ. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത ബീറ്റ്റൂട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്ത് ഒരു 3 മിനിറ്റ് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതായത് അതിൻ്റെ ആ ഒരു പച്ചച്ചുവയുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് നമ്മൾ ഒരു 3 മിനിറ്റ് അതൊന്ന് ഫ്രൈ ചെയ്യണേ. അപ്പോൾ അതാ ഇവിടെ 3 മിനിറ്റ് അതൊന്ന് ആ നെയ്യിലായിട്ട് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കേക്ക് തയ്യാറാക്കാനായിട്ട് ഒരു 4 പാത്രം വേണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു 2 ചെറിയ പാത്രവും 2 വലിയ പാത്രമായിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ കയ്യിലുള്ള ഏത് സൈസിലുള്ള പാത്രമാണോ അതനുസരിച്ച് എടുക്കാമേ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് ഒന്ന് തടകി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ നെയ്യൊക്കെ ഒഴിച്ച് ഒന്ന് തടകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നല്ലോണം ഒരു ഫൈൻ പൗഡറായിട്ട് നമുക്കതൊന്ന് പൊടിച്ചെടുക്കാമേ. കണ്ടല്ലോ, നല്ല രീതിയിൽ അതങ്ങ് പൊടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ബൗളെടുത്ത് ആ ബൗളിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള പഞ്ചസാര പൊടി നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ അവിടെ അത് ഫുള്ളായിട്ട് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/4 കപ്പ് തൈരാണ് കേട്ടോ. അധികം പുളിയില്ലാത്ത തൈരാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് തൈര് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം കൂടെ ആയിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ അതങ്ങ് അലിഞ്ഞ് കിട്ടും കേട്ടോ. പഞ്ചസാരയെല്ലാം നമുക്ക് നല്ലോണം അങ്ങ് പൊടിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ തൈരും പഞ്ചസാരയായിട്ട് നല്ലോണം അതങ്ങ് അലിയുവേ. അപ്പോൾ അത് അവിടെ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ട് നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം. അതും നല്ല രീതിയിൽ നമുക്കങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ തയ്യാറാക്കുമ്പോൾ ഇത് ചുവപ്പ് കളറായിട്ട് വരുന്നുണ്ടെങ്കിലും നമ്മളെല്ലാം റെഡിയാക്കി കഴിയുമ്പോൾ ഈ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും കേട്ടോ. അപ്പോൾ അത് ബീറ്റ്റൂട്ട് തട്ടി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാമേ. ഇനി നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ നെയ്ക്ക് പകരം ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ നെയ്യാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം അത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു അരിപ്പ് വെച്ച് അതിലേക്ക് ഒരു 1/2 കപ്പ് ഗോതമ്പ് പൊടിയും 1/2 കപ്പ് മൈദയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലോണം അതങ്ങ് അരിച്ച് അതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാമേ. ഇനി നിങ്ങൾക്ക് മൈദ വേണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ടും, അതായത് 1 കപ്പ് ഗോതമ്പ് മാവിൽ തന്നെ ഇതങ്ങ് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഇവിടെ അതൊന്ന് അരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലോണം എല്ലാം കൂടെ ആദ്യമായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളമല്ല, പാൽ ഒഴിച്ചു കൊടുത്താണ് നമ്മളിതൊന്ന് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആദ്യം ഒരു 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ആ ഒരു കൺസിസ്റ്റൻസി, അതായത് അധികം കട്ടിയാകാനും പാടില്ല എന്നാൽ ഒരുപാട് ലൂസ് ആകാനും പാടില്ല, ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമുക്ക് ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി കിട്ടാനായിട്ടുള്ളത്. അപ്പോൾ ആ കണക്കിന് നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കുറച്ചുകൂടെ ഒരു 1/4 കപ്പ് പാലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്ത് അതും കൂടെ നമുക്ക് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടല്ലോ, അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂണ് ഏലക്കാപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഓപ്ഷനിലാണ്. ഏലക്കാപ്പൊടിയുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂണ് സോഡാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ ആ ഒരു പരുവമാണ് കേട്ടോ നമ്മളത് പ്രധാനമായിട്ട് കാണേണ്ടത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, അധികം കട്ടിയാകാനും പാടില്ല എന്നാൽ ഒരുപാട് ലൂസ് ആകാനും പാടില്ല. കണ്ടല്ലോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അതായത് നമ്മൾ സ്പൂണിൽ കോരിയെടുക്കുന്ന സമയത്ത് അതങ്ങ് വിട്ട് വരികയും വേണം, എന്നാൽ ഒരുപാട് ലൂസായി പോകാനും പാടില്ല കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി
കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അത് അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതൊന്നും സെറ്റ് ചെയ്യാനൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല, നമ്മളത് പെട്ടെന്ന് തന്നെ അങ്ങ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യ് തടകി വെച്ച പാത്രം എടുത്ത് അതിലേക്ക് നമുക്കിതങ്ങ് ഒഴിച്ചു കൊടുക്കാമേ. ഫുള്ളായിട്ട് നിറച്ചൊന്നും ഒഴിച്ചു കൊടുക്കരുത്, ഒരു അരഭാഗം നമ്മൾ അതങ്ങ് സെറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ എല്ലാ പാത്രത്തിലും ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതങ്ങ് തട്ടിക്കൊടുക്കാം കേട്ടോ. തട്ടിക്കൊടുത്ത് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യില്ലേ, അതേപോലെ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്ത് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കാമേ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് തട്ടിക്കൊടുത്തൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് നട്ട്സ് വേണമെങ്കിൽ എന്തെങ്കിലും നട്ട്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് വെള്ള എള്ളാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള എന്ത് ഇൻഗ്രീഡിയൻസ് ഉണ്ടോ അത് നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാമേ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള വെള്ള എള്ള് കുറച്ച് ഇതിൻ്റെ പുറത്തോട്ടങ്ങ് ജസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റുമാണ്. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഒരു ഇഡ്ഡലി പാത്രം വെച്ച് അതിലേക്ക് ഒരു 1/4 ഭാഗത്തോളം വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം വെച്ചതിന് ശേഷം നമുക്കൊരു തട്ട് വെച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് നമുക്ക് അതിലോട്ടങ്ങ് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. വെച്ച് കൊടുത്ത് തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു 15 തൊട്ട് ഒരു 18 മിനിറ്റ് വരെ നമുക്കതങ്ങ് വേവിച്ചെടുക്കാമേ. വേവിച്ചതിന് ശേഷം നമുക്കൊരു ടൂത്ത് പിക്കോ എന്തെങ്കിലും കൊണ്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. മാവൊന്നും ഒട്ടി വരില്ല, അത് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാമേ. അപ്പോൾ അത് ചൂടൊക്കെ ഒന്ന് ആറി റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സൈഡ് ജസ്റ്റ് ഒന്ന് ഒരു സ്പൂണോ ഒരു കത്തിയോ എന്തെങ്കിലും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതങ്ങ് ഇളക്കിയെടുക്കാം കേട്ടോ. കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ. കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റുമാണ് കേട്ടോ. മധുരമൊക്കെ കറക്റ്റാണ്. ആ ഒരു 1/2 കപ്പ് പഞ്ചസാര നമ്മൾ എടുത്തില്ലേ, അത് കറക്റ്റ് മധുരമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ് കേട്ടോ. കണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ആ കത്തി കൊണ്ട് ഒന്ന് സൈഡ് ഒന്ന് എടുത്തു കൊടുത്താൽ മതി. ഇത് പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണം. കണ്ടല്ലോ, ഇത് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ബീട്രൂട്ട് കൊണ്ടാണ് നമ്മൾ തയ്യാറാക്കിയെന്ന് തോന്നുകയില്ല അല്ലേ. അപ്പോൾ ബീട്രൂട്ടിൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ട്, അതുകൂടാതെ തന്നെ ഗോതമ്പ് കൊണ്ടാണ് കേട്ടോ. നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കിയിട്ടുള്ളത്. കണ്ടല്ലോ, നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം. അതുകൂടാതെ മുൻപോട്ടുള്ള റെസിപ്പീസ് എല്ലാം ഒന്ന് കയറിക്കണ്ട് ഒന്ന് തയ്യാറാക്കി നോക്കുകയും ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്